നമ്മളെ മാടി മാടി വിളിക്കുക. തട്ടുകടകൾ, ജ്യൂസ് കടകൾ എല്ലാം നമ്മളെ മാടി മാടി വിളിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കൊല്ലം ചിന്നക്കട. ഇവിടെ വരിയ മിസ്റ്റർ ഷെഫ്, കാക്കാടെ കട, പ്രതീക്ഷ സീ ഫുഡ് കോർണർ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. കണ്ടില്ലേ? നമുക്ക് എവിടെയെങ്കിലും കയറിയിരിക്കാം. നമുക്ക് കാക്കാടെ കടയിൽ പോകാം. അവിടെ പോയിട്ട് വെറൈറ്റി തട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ 4 സീറ്റ് ഒഴിവുണ്ട്. ബീഫ് പിന്നെ വേറെ കഴിക്കാൻ പുട്ടുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, ഇടിയപ്പമുണ്ട്, ചപ്പാത്തിയുണ്ട്, ബിരിയാണിയുണ്ട്, അൽഫാമുണ്ട്, ഷവർമയുണ്ട്, ഷവായുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പുത്തുണ്ടയുണ്ട്, കപ്പ ബിരിയാണിയുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടോ? കപ്പ ബിരിയാണിയുണ്ട്, പുത്തുറോട്ടുണ്ട്, ബിരിയാണിയുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. കപ്പ ബിരിയാണി എന്തോ വെച്ചിട്ടുള്ളത്? ബീഫ് വെച്ചിട്ടുള്ള ബീഫ്, ചിക്കൻ വേണേൽ ചിക്കൻ ഉണ്ട്, മുട്ട മുട്ടയിട്ട് ഒരു കപ്പ ബിരിയാണി ബീഫ് വെച്ചിട്ട്. ഇവിടെ ഈ 2 പൊറോട്ടയും കറി, ബീഫ് കറി ഉണ്ട്, ബീഫ് ഫ്രൈ, വാരിയൻ്റെ കറി, താറാവ് റോസ്റ്റ്, ബോട്ടി കറി, മീൻ കറി, ഒരു ബീഫ് ഫ്രൈ, ഒരു കപ്പയുടെ ബീഫ്, ഒരു ബീഫ് ഫ്രൈ അതെ. കപ്പ ബിരിയാണി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് കാക്കാടെ കടയിൽ നിന്ന് കപ്പ ബിരിയാണി, പിന്നെ പൊറോട്ട, ഒരു ബീഫ് ഫ്രൈ. നമ്മൾ നമ്മുടെ ഐറ്റംസ് വന്നു തുടങ്ങി. നമുക്ക് നോക്കാം. പൊറോട്ടയും ബീഫും എത്തി. ഇനി എൻ്റെ കപ്പ ബിരിയാണിയും കൂടി എത്തിയാൽ മതി. ഞാൻ തിരക്കി നടക്കുകയായിരുന്നു കപ്പയും ബീഫും. ഇവിടുത്തെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ഇത് അടിപൊളി കേട്ടോ. നമ്മുടെ NH റോട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കാൻ അടിപൊളി രസമാണ്. വേണ്ട പറയാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നീ കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒരു പൊറോട്ട തിന്ന് കയറുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. ബീഫ് പൊറോട്ട. നമ്മൾ ഇതിനു മുമ്പും ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. കപ്പ ബിരിയാണി വന്നു. കപ്പ ബിരിയാണി വന്നു. എനിക്ക് എത്ര കുഴപ്പമില്ല. എങ്കിലും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കഴിക്കുന്ന അത്ര ടേസ്റ്റ് വന്നിട്ട് കുഴപ്പമില്ല. കൊല്ലത്തുള്ളതിൽ വെച്ച് പൊറോട്ടയും ബീഫും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ചൂടുണ്ട് കേട്ടോ. ആദ്യം ഇറങ്ങുന്ന ബീഫ്. ഞാൻ ബീഫ് നിർത്തിയതാണ് മാസങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞത്. പോകാം. തണുത്ത വെള്ളം വാങ്ങിച്ചു. അതൊക്കെ ഇച്ചിരി എരിയാണ്. ബീഫും എല്ലാമൊക്കെ നല്ല എരിയുണ്ട്. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒരു ഇത് അവിടെ എന്തോ കൊത്തു പൊറോട്ട പോലെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഫുൾ ആളാണ്. സൈഡിൽ കൂടി വണ്ടിയും കാര്യങ്ങളും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കും. കണ്ടില്ലേ? തണുത്ത വെള്ളം. ആശ്വാസം. നമ്മുടെ കപ്പ ബിരിയാണി തീരാറായി. ഞാൻ കുറച്ച് അവർക്ക് കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. എല്ലാവരും അഭിപ്രായമൊക്കെ അറിയാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കാറ് വന്നു. ഇവിടെ ഒതുക്കാനൊക്കെ സ്ഥലം ഉണ്ടാകുന്നു. ബീഫിലെ സവാള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ? ഇങ്ങനെ ആ സവാള ഇങ്ങനെ പൊക്കിയെടുത്ത് ബീഫിലെ അടിപൊളി. കണ്ടില്ലേ? അതാണ് കൊല്ലം ചിന്നക്കട ജംഗ്ഷൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ എന്താ ഇവിടം മുതൽ ഇങ്ങനെ അങ്ങേയറ്റം വരെ കടകളുടെ ഒരു ബഹളമാണ്. അപ്പം ഈ ഒരു ടേബിളും കസേരയൊക്കെ ഇവിടം തൊട്ടേ ഇട്ടിട്ടുണ്ട്. ഇവിടം തൊട്ടേ ഇട്ട് അങ്ങ് വരെ വെച്ചിട്ടുണ്ട്. നമുക്ക് റോഡ് സൈഡിലിരുന്ന്
വണ്ടിയൊക്കെ പോകുന്നതൊക്കെ കണ്ട് അടിപൊളിയായിട്ടിരുന്നു. ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട്, തട്ടുകട സ്പോട്ട്. അതുകൊണ്ട് നമ്മുടെ ഷവായി, അൽഫാം, അങ്ങനെ ആ ഐറ്റംസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത് കഴിച്ചിട്ട് എരിയുന്നെങ്കിൽ ജ്യൂസ് വാങ്ങാനുള്ള ജ്യൂസ് കടകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും ടാറ്റ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. സുധീർ സുകുമാരൻ സൈനിങ്.